ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. അതിന് വേണ്ടി എടുത്തുക്കുന്ന ഫിഷ് കുടുത മീനാണ്. ഇതിനെ കുടുത ചൂര എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുക കുടുത എന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫിഷാട്ടോ. അതിന് മാഗ്നേഷന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങനീര്. ഇതെല്ലാം മാഗ്നേറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യണ മുന്നേ ഇങ്ങനെ ചെയ്താൽ ഫ്രൈ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഫ്രൈ ചെയ്യാണ്. എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ തയ്യാറാക്കുകയാണ്. 3 ടീസ്പൂൺ തൈര്, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം. അപ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇളക്കി പച്ചമണമൊക്കെ പോയി ഓയിൽ തെളിയണ വരെ അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 തക്കാളി ഇട്ട് തീർത്തിട്ടുണ്ട്. അത് തക്കാളിയും മസാലയും തമ്മിൽ നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ അടിപൊളി മസാല നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ പൊടികളായിട്ടുള്ള 1 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. അപ്പോൾ ഇതാ മസാല നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. ഈ സമയം പുതിനയില വേണമെങ്കിൽ എടുത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ മീനിൻ്റെ പാർട്സുകളൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മസാല തന്നെയാണ് ഇങ്ങനെയൊക്കെ മീൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അതാ മീനും മസാല ഒക്കെ നന്നായി ജോയിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വെന്ത് വരാൻ വേണ്ടി മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മസാല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ റൈസ് എടുത്ത് 2 കപ്പാണ് ക്രൗണിൻ്റെ ബസ്മതി റൈസ്. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിയൊന്നും ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് അരിയൊക്കെ അടിപൊളിയായിട്ട് നല്ല വെന്തിൽ വന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദമ്മിയാണ് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചോറിട്ട് കൊടുത്ത അടിയിൽ, പിന്നെ മസാല പരത്തിയിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം വീണ്ടും ചോറിട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തതിൻ്റെ മേലെ പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നെയ്യിൽ വറുത്ത് കോരിയ ഉള്ളി, കാഷ്യൂനട്ടൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഞാൻ ദമ്മ് ഇത് മൂടി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. ഞാൻ തുറന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കണത്. നല്ല അടിപൊളി മണമായിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫിഷൊക്കെ മസാലയോട്ടൊക്കെ ഇതായി നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.